നമസ്കാരം. ഞാൻ ഗിൽബർട്ട്. സർവീസ് ജീവിതത്തിലെ അനുഭവക്കുറിപ്പുകൾ കഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈഗിളായി ദ റിയൽ സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ സഹകരിക്കണം. ഇടുക്കി ക്രൈം ബ്രാഞ്ച് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ ടൗണിലാണ്. കേരള കോൺഗ്രസിൻ്റെ മുൻ നേതാവിൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നേരെ എതിർവശത്ത് അല്പം ഉയർന്ന സ്ഥലത്താണ് ഈ ക്രൈം ബ്രാഞ്ച് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ക്രൈം ബ്രാഞ്ച് ഓഫീസ്. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഒരു DYSPയും 3 CIമാരും SIമാരും ബാക്കി പോലീസുകാരും ഒക്കെ ഉള്ളതാണ്. അവരുടെ വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, സ്ഥലപരിമിതി കൊണ്ട് ബുദ്ധിമുട്ടുന്ന വീർപ്പുമുട്ടുന്ന ഒരു ഓഫീസാണ് അത് എന്നാണ് അവിടുത്തെ പരിമിതി. എന്തായാലും സ്ക്വാഡ് 2ലേക്ക് പ്രത്യേകം എൻഡോഴ്സ് ചെയ്ത് അയച്ചു കിട്ടിയ കേസ് ഫയൽ വായിച്ചു. അടിമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സസ്പീഷ്യസ് ഡെത്ത്. അന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു എക്സൈസ് ഇൻസ്പെക്ടറാണ്. ആ എക്സൈസ് ഇൻസ്പെക്ടറുടെ സംശയകരമായ മരണത്തിന് രജിസ്റ്റർ ചെയ്ത കേസ് ഈ 6 മാസം അവിടെ അന്വേഷിച്ചിട്ടും ഒരു തെളിവും കിട്ടാത്തത് കൊണ്ട് ക്രൈം ബ്രാഞ്ചിലേക്ക് അയച്ചു കിട്ടുകയും അത് ഇടുക്കി ക്രൈം ബ്രാഞ്ചിലെ സ്ക്വാഡ് 2ന് എൻഡോഴ്സ് ചെയ്ത് കിട്ടിയതനുസരിച്ചാണ് ആ ഫയൽ ഞാൻ കൈപ്പറ്റിയതും നല്ലോണം വായിച്ചു നോക്കിയത്. ഈ കേസ് നടക്കുന്നതിൻ്റെ അന്ന് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് മരിച്ചത് വേണു എന്ന എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ്, എൻ്റെ അടുത്ത സ്നേഹിതൻ. ഞങ്ങൾ പാലക്കാട് വെച്ച് പരിചയപ്പെട്ടതാണ്. പാലക്കാട് ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുന്ന സമയത്ത് ആ സമയത്താണ് അയാൾ എക്സൈസ് സബ് ഇൻസ്പെക്ടറായിട്ട് കുഴമന്നത്ത് വന്ന് ജോയിൻ ചെയ്യുന്നത്. അവിടെ വെച്ച് അയാളെ പരിചയപ്പെട്ടതിന് ശേഷം ഒരു അക്കടി പറ്റിയപ്പോഴാണ് എൻ്റെ അടുത്ത് നേരിട്ട് വന്നത്. കാരണം ഈ പുതിയതായിട്ട് കാക്കയണിഞ്ഞതിൻ്റെ ആ ബലത്തിൽ ഈ റോഡ് ജീപ്പിൽ പോകുന്ന സമയത്ത് ആ വഴിയിൽ നിന്ന് ഒരുത്തൻ കള്ളു കുടിച്ചുകൊണ്ട് ആരെ ചീത്ത വിളിക്കുന്നതെന്ന് കേട്ടോണ്ട് പെട്ടെന്ന് ചാടി ഇറങ്ങി അവനെ പിടിച്ച് 2 അടി കൊടുത്ത് നേരെ ജീപ്പ് കയറ്റി കൊണ്ടുപോയപ്പോഴാണ് എവിടെ കൊണ്ടുപോകണമെന്ന് പിന്നെയാണ് ആലോചിച്ചത്. നേരെ സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ ഹെഡ് കോൺസ്റ്റബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. CI ഇല്ലായിരുന്നു, ഞാനും ഇല്ലായിരുന്നു. ഒരുവിധം ഹെഡ് കോൺസ്റ്റബിളുടെ കാല് പിടിച്ച് അവിടെ നിർത്തിയിട്ട് പോവുകയും ചെയ്തു. അടുത്ത ദിവസം പിന്നെ ഞങ്ങൾ രാത്രിയൊക്കെ വന്നപ്പോഴാണ് വിവരം അറിയുന്നത്, ഇങ്ങനെ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ ഇങ്ങനെ ഒരാളെ കൊണ്ടാക്കിയിട്ടുണ്ടെന്ന്. അയാൾക്ക് പെറ്റി കേസ് കൊടുക്കാൻ പറ്റില്ല, കാരണം ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആയതുകൊണ്ട് ലോ ആൻഡ് ഓർഡറിനെ ഇടപെടാൻ എക്സൈസുകാർക്ക് അനുവാദമില്ലായിരുന്നു. ഇയാൾ പിടിച്ച് അയാളെ 2 അടിയും കൊടുത്തു. എന്തായാലും ഒരു ഉഴപ്പി ഒരു പെറ്റി കേസ് എഴുതി കോടതിയിൽ കൊടുത്ത് പുതിയ ഒഴിവാക്കി. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ ബുദ്ധിമുട്ട് വന്നത് ഈ എതിർഭാഗം വക്കീൽ, ഈ കള്ളുകുടിയൻ്റെ വക്കീൽ കയറി പിടിച്ചു. അയാൾ അവനെ കൊണ്ട് ആശുപത്രി അഡ്മിറ്റ് ആയിട്ട് പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ ഒരു പരാതിയും കൊടുത്തു. ഈ പരാതി കിട്ടിയതോടെയാണ് ഇയാൾ ഇൻസ്പെക്ടർ പേടിച്ച് ഓടി വന്ന് എന്നെ വന്ന് സമീപിച്ചത്. ഞാൻ അയാളെ ആശ്വസിപ്പിച്ച ശേഷം നേരെ അയാളെയും കൂട്ടി മജിസ്ട്രേറ്റിന് മുമ്പിലെത്തി, ചാലക്കുടി മജിസ്ട്രേറ്റിൻ്റെ അടുത്തെത്തി. കാര്യമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പുതിയ പയ്യനാണ്, അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് ഇയാളെ കൊണ്ട് ഒന്ന് മാപ്പ് അപേക്ഷിക്കാനൊരു അവസരം ഒരുക്കി കൊടുത്തു. അങ്ങനെ കോടതി നടപടികളിൽ നിന്ന് തൽക്കാലം ഒരു മോചനം കിട്ടിയെങ്കിലും ഇനി വക്കീൽ പരാതി ഉണ്ടാക്കരുതെന്നൊരു നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് പക്ഷേ കോൺട്രാക്ടർ, അവിടുത്തെ കള്ളുഷാപ്പ് കോൺട്രാക്ടർ വക്കീലിനെ ഒതുക്കിയതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചതോടുകൂടി ഈ എക്സൈസ് ഇൻസ്പെക്ടർക്ക് എന്നോട് വലിയ സ്നേഹമായി. അന്ന് വളരെ സ്നേഹത്തിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയപ്പോഴതിന് ശേഷം പിന്നെ കാണാനില്ലായിരുന്നു. പിന്നെ കാണുന്നത് ഈ അടിമാലിയിലെ വീട്ടിനുള്ളിൽ മരണപ്പെട്ട് കിടക്കുന്ന നിലയിലാണ്. അന്ന് അയാൾ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ. അന്ന് അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ ഇതിൻ്റെ നടപടികളെല്ലാം നടക്കുന്നത് നോക്കി നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ ആ ഡെഡ് ബോഡിയിലെ നടപടികൾ ഇൻട്രസ്റ്റ് ചെയ്യുന്നതെല്ലാം നോക്കി നിന്നിട്ട് ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തിയിട്ട് മടങ്ങി പോകുന്നതാണ്. 6 മാസം കഴിഞ്ഞിട്ട് ആ കേസ് അന്വേഷിക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് രണ്ടാമത് ചിന്തിക്കേണ്ടി വന്നില്ല. ഈ മരിച്ച് കിടന്ന വീട്ടിൽ തന്നെ അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് പോയി. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴാണ്
ഈ വീട് പൂട്ടിയിട്ടിരിക്കും. ഈ മരിച്ചു കിടന്ന വീട്, എക്സൈസ് ഇൻസ്പെക്ടർ മരിച്ചു കിടന്ന വീട് പൂട്ടിയിട്ടിരിക്കും. ഞങ്ങളവിടെ എത്തിയ പാടെ അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ ഓടിക്കൊണ്ട് വന്നു, അടുത്ത വീട്ടുകാരൻ ജോണി എന്ന് പറയുന്നത്. അയാൾ വന്ന് പറഞ്ഞ് താക്കോലും കൊണ്ട് വന്നിട്ട്, സാറേ ആ സംഭവത്തിന് ശേഷം ഇന്ന് വരെ ആ വീട് പിന്നെ തുറന്നിട്ടില്ല. ഇത് ഒരു കട്ടപ്പനയിലെ ഒരു അബ്കാരി കോൺട്രാക്ടറുടെ വീടാണ്. അയാളുടെ മകൾക്ക് വേണ്ടി വിവാഹ സമയത്ത് വാങ്ങിക്കൊടുത്തതാണ്. അത് കുറേ നാൾ താമസിച്ചിട്ട് അവർ ബന്ധം പിരിഞ്ഞോടുകൂടി ഇത് ഒഴിഞ്ഞു കിടന്ന സമയത്താണ് ഈ നമ്മുടെ ഈ വേണു സാർ താമസത്തിന് വന്നത്. വേണു സാറിൻ്റെ മരണത്തോടുകൂടി പിന്നെ ഇവിടെ ആരും വരാതെയായി. അപ്പം താക്കോൽ മാത്രം എൻ്റെ കയ്യിലുണ്ട്. ഓ, താക്കോൽ വാങ്ങി ആ വാതിൽ തുറന്ന് അകത്ത് കയറി നോക്കുമ്പോൾ ആ ചെടിച്ചട്ടികൾ ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെള്ളം ഒഴിക്കാതെയും പരിചരണം ലഭിക്കാതെയും ഏതാണ്ട് വാടി ഉണങ്ങി കരിഞ്ഞു ആയ നിലയിലാണ് കാണുന്നത്. ഇവന് ജോണിയെ വെള്ളം ഒഴിക്കാനൊന്നും ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവന് വരാൻ മടിച്ചവൻ എപ്പോഴും വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ആ ചെടികൾ വാടി തുടങ്ങിയ നിലയിലായിരുന്നു. ചെടികളോടുള്ള ഒരു പ്രത്യേക താല്പര്യം കൊണ്ടോ എന്താണെന്ന് അറിഞ്ഞില്ല, ഞാൻ അതിലെ 1-2 ചെടികൾ, വില കൂടിയ ചെടികൾ അതിൻ്റെ അടുത്ത് ഒന്ന് നോക്കിയിട്ട് അതുവഴി തന്നെ ചുറ്റും വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് പരീക്ഷിച്ചു. വീട്ടിൻ്റെ പുറവശത്തെ ഒന്ന് നോക്കിയപ്പോൾ കുറേ ബോഡി സ്പ്രേയുടെയും പിന്നെ റൂം സ്പ്രേയുടെയൊക്കെ കുറേ അലുമിനിയം ശേഖരങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ പുല്ല് വളർന്ന് കിടക്കുന്നു. ഏറെ നാളായ ആളുകളുടെ അവിടെ സന്ദർശിച്ചിട്ടാണ് വ്യക്തമായിട്ട് മനസ്സിലാവും. തിരികെ വന്ന് വീടിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന SI പോലീസുകാരുടെ അടുത്തൊക്കെ പറഞ്ഞ് നിങ്ങൾ വീട് മുഴുക്ക പരിശോധിക്കണം, എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കാണുന്നെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം നേരെ ചെന്ന് ഈ ഡെഡ് ബോഡി കിടന്നു എന്ന് പറയുന്ന മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറി. അതൊരു AC റൂമായിരുന്നു. AC റൂമിൽ ചെന്ന് നോക്കിയിട്ടപ്പോൾ AC ആണ്, കംപ്ലീറ്റ് ഡോറും എല്ലാം ലോക്കഡാണ്, ജനലെല്ലാം അടച്ചിരിക്കുന്നു. ജനലെല്ലാം തുറന്നിട്ടു. നല്ല കർട്ടൻ കൊണ്ട് ഫർണിഷ് ചെയ്തിട്ടുണ്ട്. ആ കർട്ടനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ നല്ല വായുവൊക്കെ കയറി അവിടെ നിന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് 2 അലമാരയുണ്ട്. 2 അലമാര ഓരോന്ന് തുറന്ന് നോക്കുമ്പോഴാണ് അതിനകത്ത് വില കൂടിയ മദ്യക്കുപ്പികൾ 1-2 അടുക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു അലമാരയിൽ ഒരു ഡയറി ഇരിപ്പുണ്ട്, പഴയ ഡയറി. വേറെ 1-2 പുസ്തകങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതിൽ ഡയറി എടുത്ത് പതുക്കെ ഒന്ന് മെല്ലെ വായിച്ചു നോക്കുമ്പോൾ ആദ്യത്തെ പേജുകളിൽ 1-2 പേജുകളിൽ വേണുവിൻ്റെ കുറിപ്പുകളാണ്. അത് കഴിഞ്ഞ് നടുക്കുള്ള പേജിൽ നോക്കുമ്പോൾ കുറേ 4-5 പേജ് അടുപ്പിച്ച് എഴുതിയിട്ടുണ്ട്. ഇനി വേണു കഥ എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നോ എന്ന് തോന്നി 1-2-3 വരി വായിച്ചപ്പോഴാണ് മനസ്സിലായത് വേണുവിൻ്റെ കഥയല്ല, അത് വേണുവിൻ്റെ ഹൃദയം പകർത്തി വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലായത്. എന്തായാലും ആ ബുക്ക് വായിക്കാമെന്ന് പറഞ്ഞ് അവിടെ വെച്ചു. അത് കഴിഞ്ഞ് ജനലിലൂടെ പുറത്ത് നോക്കി വരുമ്പോഴാണ് ഒരു ജനലിൻ്റെ പാളിയുടെ ഒരു കോണ് ശകലം പൊട്ടി, ഒരു ചില്ല് പൊട്ടിയിട്ടുണ്ട്. ചില്ല് പൊട്ടി അടർന്ന് മാറി കിടക്കുന്നത്. പക്ഷേ അതിനകത്തുള്ള ഒരു പേപ്പർ തിരികെ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ചില്ല് മാറ്റാതെ ഈ പേപ്പർ കൊണ്ട് വെറുതെ തിരികെ വെച്ചിരിക്കുന്നതെന്ന് നോക്കിയിട്ട് എന്തെന്ത് ആരും ശ്രദ്ധിക്കാത്തെന്ന് മനസ്സ് തോന്നിയെങ്കിലും ഒന്നും ശബ്ദിച്ചില്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. മറ്റുള്ളവരെല്ലാം പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിരുന്നപ്പോൾ അത് ചെന്ന് ആ ജനലിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്തെടുത്തിരുന്നതിന് ആ ഡയറി മെല്ലെ തുറന്ന് വായിച്ചു. ആ തുറന്ന് വായിക്കുന്നതിന് മുമ്പ് തന്നെ വേണുവിൻ്റെ ഒരു കൂട്ടുകാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ വേണു ആദ്യം നല്ല സത്യസന്ധനും നല്ല കർമ്മനിരതനുമായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ ഏതെല്ലാം അഴിമതി കണ്ടാലും അതിനെല്ലാം പോരാടുമായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അയാൾ എന്തെല്ലാം കേസ് പിടിച്ചുകൊണ്ട് വന്നാലും ഈ അബ്കാരികളെല്ലാം ഒറ്റക്കെട്ടാവും, അയാളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളാവും. പക്ഷേ ഈ വേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും കാണുകയില്ല. അയാൾക്കെതിരെ നടപടികൾ വരാറാണ് പതിവ്. അങ്ങനെ ഒരു വളരെ നാൾ അങ്ങനെ നീണ്ടു പോയത് കൊണ്ട് നീ തുടർന്നു പോകാനാവില്ല എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ വേണു ഈ എല്ലാ ഗൂഢശക്തികളുമായിട്ടും സന്ധി ചെയ്തു. അങ്ങനെ ഒരുവിധം കടത്തിൽ നിന്നെല്ലാം കരകയറി പച്ച പിടിച്ച് വരുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വേണുവിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണുവിൻ്റെ ഒരു കൂട്ടുകാരൻ വേണുവിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അത് അയാളുടെ അത്രയ്ക്ക് തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് വേണു
എന്നുള്ള ഇത് ആദ്യമേ മനസ്സിലാക്കി. ഡയറി എടുത്ത് ആദ്യം വായിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഭാര്യ വിനീത, 2 മക്കൾ ബബിത, ബിജിത. എനിക്കവരെ സന്ദർശിക്കാൻ എപ്പോഴും പോകാൻ പറ്റുന്നില്ല. കാരണം ജോലിത്തിരക്കും, ഇത്രയും അകലെ നിന്ന് പോയിട്ട് വരാനുള്ള ബുദ്ധിമുട്ടും പോകുന്നില്ല. പക്ഷെ അവർക്കറിയാം അവരെ അച്ഛൻ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. നേരായ പാതയിലൂടെ സഞ്ചരിക്കുകയുള്ളെന്ന് അവർക്കറിയാം. പക്ഷേ മക്കളെ, അച്ഛൻ തോറ്റുപോയി. അങ്ങനെ എനിക്ക് ഏറെ പിടിച്ചു നിൽക്കാനാവുന്നില്ല, ആയില്ല. ഞാനിപ്പോൾ എല്ലാ ഗൂഢശക്തികളുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നു. അവരുമായിട്ട് ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്താൻ പഠിച്ചിരിക്കുന്നു അച്ഛൻ. താമസിയാതെ അച്ഛൻ നിങ്ങളുടെ അടുത്ത് ആദ്യം കാണും. നിങ്ങൾ എപ്പോഴും കാണണമെന്നുണ്ടെങ്കിലും പക്ഷെ സാഹചര്യം അനുവദിക്കുന്നില്ലല്ലോ. അച്ഛൻ വരും. ഇതാണ് തുടക്കം. കുറെ വായിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, ഈ വേണുവിന് അവിടെ ഒരു വലിയ ശത്രു ഉണ്ടായി, ഒരു വലിയ കേസും ഉണ്ടായി. കാരണം അവിടുത്തെ ഒരു കട്ടപ്പനയുടെ റേഞ്ച് പിടിച്ചിരിക്കുന്ന ആ റേഞ്ചിൽ ഒരു ബാർ നടത്തുന്ന ഒരു മോലാളി, അയാളുടെ ഒരു സ്വന്തമായിട്ട് ബ്രാൻഡി ഉണ്ടാക്കുന്ന ഒരു രഹസ്യം വിവരം അറിഞ്ഞതനുസരിച്ച് അയാളെ ഗോഡൗൺ ചെന്ന് റെയ്ഡ് ചെയ്തു. കണ്ടിട്ട് അത് വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. അവരൊക്കെ പ്രലോഭനങ്ങൾ തന്നെങ്കിലും അത് പരസ്യമായിട്ട് ഇങ്ങനെ പിടിച്ചത് വിട്ടിട്ട് വരാൻ തോന്നില്ല. അത് കേസെടുക്കേണ്ടി വന്നു. കേസെടുക്കേണ്ടി വന്നതോടുകൂടി അയാളുടെ വീടാണ് അയാളുടെ മകൾക്ക് കൊടുത്തു വേണ്ടി താമസിക്കാൻ തരുന്നിരുന്നു. അത്ര അടുപ്പം ഉണ്ടായിരുന്ന ആളായിട്ട് പോലും അയാൾക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞാൽ അയാൾ അത്രത്തോളം ശത്രുത എന്ന് പറഞ്ഞാൽ എന്നെ തീർക്കാനുള്ള വൈരാഗ്യം അയാൾക്കുണ്ടായി. പക്ഷെ അയാളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ ഓഫീസിൽ നിന്നും എനിക്ക് കിട്ടിയത് തിക്താനുഭവങ്ങളാണ്. എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നവരെ പോലും പണിഷ്മെൻറ്റുകൾ വാങ്ങിപ്പോയിട്ട് വന്നു. ഞാൻ അവിടുന്ന് പെട്ടെന്ന് അവിടുന്ന് അടിമാലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അവനുമായിട്ട് ശത്രുത അങ്ങനെ നിലനിൽക്കുന്ന ആ സാഹചര്യം വരുന്ന സമയത്താണ്. എങ്കിലും അടിമാലിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടും അയാൾ താമസിക്കാൻ തന്ന വീട് മാറാൻ ആവശ്യപ്പെട്ടില്ല. ഞാൻ ആ സ്നേഹത്തിൻ്റെ പേരിൽ അന്ന് തന്നിരുന്ന ആ വീട്ടിലാണ്, അയാളുടെ മകളുടെ പേരിലുള്ള വീട്ടിലാണ് താമസിക്കുന്നതെന്നും. താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടയിലാണ് ഒരു ദിവസം ഒരു ലൈല എന്ന് പറഞ്ഞൊരു കുട്ടി അവിടെ വന്ന് എന്നെ നേരത്തെ കണ്ട് കണ്ണീരോടെ യാചിച്ചു, സാർ, എൻ്റെ അച്ഛൻ എന്നെ വിവാഹം കഴിപ്പിച്ചത് ഒരു 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 കള്ളുകുടിയനും ആഭാസനായിട്ട് ഒരുത്തനാണ്. 1.5 വർഷത്തിൽ കൂടുതൽ എനിക്ക് അവനോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ല. അവനെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുമ്പോഴാണ്, ഈ വീട്ടിലാണ് ഞങ്ങൾ ആദ്യം താമസിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും അച്ഛൻ എന്നെ വീണ്ടും ഒരു വിവാഹത്തിന് കുരുക്കാനുള്ള ശ്രമം നടത്താൻ ഞാൻ അച്ഛനുമായിട്ട് പിണങ്ങി വന്നതാണ്. ഞാൻ ഈ വീട്ടിൻ്റെ മുകളിൽ ഒതുങ്ങിക്കഴിഞ്ഞോളാം, ഇങ്ങനെയൊരു ശല്യം ഉണ്ടാക്കില്ല എന്ന് വന്ന് കണ്ണീരോടെ യാചിച്ചു. എന്നെ ഉപേക്ഷിക്കരുത്. അയാൾ ആ കണ്ണീരോടുള്ള യാചനയ്ക്ക് മറുപടിയൊന്നും നൽകിയില്ല. അവരുടെ വീടല്ലേ, ഇഷ്ടംപോലെ ചേട്ട എന്നുള്ള കാര്യത്തിൽ മൗനം പാലിച്ചു. അങ്ങനെയാണ് 8 മാസത്തിന് മുമ്പ് ഈ ലൈല എന്ന് പറയുന്ന സ്ത്രീ ഈ വീടിൻ്റെ മുകളിൽ താമസമാക്കിയത്. അവരുടെ വീടാണ്. പിന്നിടയ്ക്ക് ഈ അടുത്ത വേണുവിൻ്റെ അടുത്ത് ചോദിച്ചു, എടാ, ഈ വേണു താമസിച്ചിരുന്നപ്പോൾ ആഹാരമൊക്കെ പാകം ചെയ്യുന്ന സ്വന്തമായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ, വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ഇവിടെ മറ്റാരെങ്കിലുമൊക്കെ വരുമായിരുന്നോ? അത് പുറത്തുനിന്ന് ആളുകളൊക്കെ വന്ന് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആഹാരം ഇവിടുത്തെ ബാറിലുള്ള ആ ബോയ്സാണ് കൊണ്ടു കൊടുത്തുകൊണ്ടിരുന്നത്. ആവശ്യമുള്ളപ്പോഴെല്ലാം ബോയ്സ് കൊണ്ടു കൊടുക്കുമായിരുന്നു. പക്ഷെ സാർ, ലൈല വന്ന് താമസമായതിനു ശേഷം ആ ബോയ്സോട് വരുന്നത് കാണാനില്ല. അപ്പം അതിൻ്റെ അർത്ഥം ലൈല വേണുവിന് ആഹാരം വെച്ച് കൊടുക്കുന്നു എന്നല്ലേ? സാർ, ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കാറില്ല. അത് അവരുടെ കാര്യം. ഞങ്ങളോടൊന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അത് പറയാൻ അറിയില്ല. ഞങ്ങളുടെ പാവങ്ങളാണ്, ഞങ്ങളുടെ ഉപദ്രവിക്കരുത്. അപ്പം അത് മനസ്സിലായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, ആദ്യം പാചകം ചെയ്ത ഭക്ഷണം എനിക്ക് തരുമായിരുന്നു. പിന്നെ അത് വിളമ്പി നൽകുമായിരുന്നു. പിന്നെ 2 ഉറക്കം ഒരിടത്തായി. ഏറെ നാൾ താമസിക്കുന്നതിന് മുമ്പാണ് അവൾ എന്നോടൊരു ആവശ്യം ഉന്നയിച്ചത്. നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കാൻ ആവശ്യമുള്ള എത്ര തുക വേണമെങ്കിലും കൊടുക്കാം, എനിക്ക് നിങ്ങളെ വിട്ട് പിരിയാനാവില്ല, എന്നോടൊപ്പം ജീവിക്കണം. എനിക്കത് സാധ്യമല്ല എന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഞാൻ അതിനോട് മുഖം തിരിച്ചു.
അപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാനതിനോട് യോജിക്കുന്നില്ലെന്ന് അവളോട് ചോദിക്കുന്നു. അവൾ പറഞ്ഞു, ഞാനതിന് ഒരു ട്രാൻസ്ഫർ വാങ്ങിക്കാനുള്ള ശ്രമം നടത്തിയതും അവൾ പിടിച്ചു. അവൾ പിടിച്ചിട്ട് അവൾ തന്നെ താക്കീത് നൽകി. ഇനി നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പുരുഷനില്ല. ഞാനെല്ലാം നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളെവിടെ പോയാലും ഞാനും ഉണ്ടാവും. ഒപ്പം എൻ്റെ വയറ്റിൽ തുടിക്കുന്ന കുഞ്ഞും. അതിനും മറുപടി പറഞ്ഞില്ല. അപ്പോൾ അവളറിയാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവൾ വിടാൻ ഭാവമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ട്രാൻസ്ഫറിന് ശ്രമിച്ച കാര്യവും അവൾ ഇടപെട്ട് അത് ക്യാൻസൽ ചെയ്തു. ഇനി എവിടെ എൻ്റെ വിലപിടിപ്പിച്ച സാധനങ്ങളെല്ലാം ഞാൻ അവിടെ നിന്ന് മാറ്റി. ഇനി എന്തെങ്കിലും അവസരം കിട്ടുമോ എന്ന് നോക്കിയിരിക്കുകയാണ് മക്കളെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓടിയെത്തി. ഇങ്ങനെയാണ് ഡയറി എഴുതിയിരിക്കുന്നത്. ഡയറി വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം അപ്പോഴാണ് മനസ്സിൽ തീരുമാനിച്ചത്. വേണു ജീവിച്ചിരുന്നപ്പോൾ പോലും ഒരു സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് എന്നെ സ്നേഹിക്കുന്നത്. അവൻ്റെ ആത്മാവിനെങ്കിലും നീതി ലഭിക്കണം. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അന്വേഷണം ഇതാരാണ് ചെയ്തതെന്നതിൻ്റെ പിന്നിലുള്ള ആരാണെന്ന് കണ്ടുപിടിക്കുകയും മതിയാവുമോ എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. വേഗം പുറത്തേക്ക് ഇറങ്ങി ആ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ജനാലയുടെ അടുത്ത് നിന്ന് ആ പേപ്പർ തിരികെ വെച്ചിരുന്ന ജനലിൻ്റെ അടുത്ത് നിന്നിട്ട് തിരികെ വെച്ചിരുന്ന പേപ്പർ കഷ്ണം വലിച്ചെടുത്ത് നോക്കിയപ്പോഴാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ആവശ്യപ്പെട്ട സാധനം കൊടുത്തയക്കുന്നു, ഒരു അവ്യക്തമായ കുറിപ്പ്. അത് പ്രയോഗിക്കേണ്ട വിധവും താഴെ കുറിച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. ഇത് ഒരാൾ എന്തോ ഒരു സാധനം കൊടുത്തയച്ചിട്ടുണ്ട്, ആവശ്യപ്പെട്ടത് ചിലപ്പം ലൈല ആവശ്യപ്പെട്ടതായിരിക്കും എന്ന് തോന്നി. എന്തായാലും ആ ചില്ല് പൊട്ടിക്കിടന്ന ആ വാതിൽ അങ്ങനെ കിടന്നെങ്കിലും തൊട്ടും ഇങ്ങനെ കല്ലോ മറ്റോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ ഒന്നും കാണപ്പെട്ടില്ല. ഈ ചില്ല് പൊട്ടിച്ചത് അതോ കല്ലുണ്ട് ഉപയോഗിച്ചാണ് പൊട്ടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. നേരെ വീടിൻ്റെ ചുറ്റും പരിസരമൊക്കെ നോക്കി അന്വേഷിച്ച് നിന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം വേണുവിനെ ഈ അടുത്ത വീട്ടുകാരിലെ ജോണിയെ ഒന്നുകൂടെ വിളിച്ചു ചോദിച്ചു, എടോ ഈ വേണു മരിച്ചു കിടക്കുന്നത് കണ്ടതിൻ്റെ തലേദിവസം രാത്രി താനിവിടെ വീട്ടിലുണ്ടായിരുന്നു സാർ. വേണു മരിച്ചു കിടന്നതിൻ്റെ അന്ന് രാത്രി താൻ വീട്ടിലുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു സാർ. ആ ദിവസം മുകളിലത്തെ നിലയിൽ ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സാർ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം വേണു മരിച്ചു കിടന്ന ദിവസം മുകളിൽ ലൈറ്റ് ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചില്ല. താൻ അവിടെ എത്തുമ്പോൾ വിവരം അറിഞ്ഞ് താൻ അവിടെ എത്തുമ്പോൾ ലൈല അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സാർ, ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ആൾക്കൂട്ടത്തിനിടയിൽ അവിടെ ഉണ്ടാകുന്നൊന്നും ശ്രദ്ധിച്ചില്ല. ശരി, താൻ പൊക്കോ. ഇതിനിടയിൽ ഇവിടുത്തെ അന്വേഷണം കഴിഞ്ഞ് മടങ്ങി പോകുന്നതിന് മുമ്പ് ഈ നേരത്തെ എനിക്ക് ചെടികളോടുള്ള താല്പര്യം കൊണ്ടായിരിക്കണം അങ്ങ് നോക്കി വെച്ച വില കൂടി ചെടികളുടെ 2-3 വിത്തെടുക്കാമെന്നായിരുന്നു. ചെടികൾ നിരത്തി വെച്ചിരിക്കുന്ന അടുത്ത് 1-2 വിത്തുകൾ, പക്ഷെ കയ്യിൽ നിന്ന് താഴെ വീണു, 1-2 വിത്തുകൾ താഴെ വീണു. ആ താഴെ വീണ വിത്തുകൾ 2 ചെടിച്ചട്ടികൾ മാറ്റി നോക്കുമ്പോഴാണ് ഒരു ചെറിയ അലുമിനിയം ബോട്ടിൽ കിടക്കുന്നത്. അലുമിനിയം ബോട്ടിൽ അതിനിടയിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് അതൊരു പെസ്റ്റിസൈഡ് ആയിരിക്കാം, ഇതിലേക്ക് വേണ്ടി അടിക്കാൻ വേണ്ടിയുള്ള പെസ്റ്റിസൈഡ് ആയിരിക്കാം എന്ന് നോക്കി അത് മണ്ണെല്ലാം തുടച്ച് നോക്കിയിട്ടും അതിനകത്ത് പെസ്റ്റിസൈഡ് എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ എന്തോ പോയിസൺ ആണെന്ന് മനസ്സിലായി. പോയിസൺ എന്ന് എഴുതിയിട്ടുണ്ട്, അത് മനസ്സിലായി. അത് എന്തായാലും പെസ്റ്റിസൈഡ് അല്ലാത്ത പോയിസൺ ആണെങ്കിൽ ഇതെന്താണെന്ന് അറിയണം. ഉടനെ അതെല്ലാം നോക്കിയിട്ട് ചെറിയ അക്ഷരത്തിലാണ്, അതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. നേരെ അതുമായിട്ട് ഡോക്ടറെ കണ്ടു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ തന്നെ കാണിച്ച് ഈ ബോട്ടിൽ എന്താണെന്ന് നോക്കണം. അപ്പോൾ ഡോക്ടർ സ്പിരിറ്റ് കൊണ്ടെല്ലാം തുടച്ചെല്ലാം വൃത്തിയാക്കിയിട്ട് മാഗ്നിഫൈങ് ഗ്ലാസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് ഇത് എല്ലാം നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം, ഇത് എഴുതിക്കോ, ഇത് ഏറ്റവും മാരകമായ വിഷമായ ഹൈഡ്രജൻ സൾഫൈഡ് അടങ്ങിയ വാതകമാണ് ഇതിനകത്തുള്ളത്. ഇത് സ്പ്രേ ചെയ്താൽ ഇതിൻ്റെ സ്പ്രേയുടെ ആ വാതകം ശ്വസിക്കുന്ന ആളുടെ ഉടനെ തന്നെ അയാളുടെ ആ നാഡികളെല്ലാം പെട്ടെന്ന് സ്തംഭിച്ചു പോവുകയും കോമ സ്റ്റേജിലാവുകയും ചെയ്യും. താമസിയാതെ മരണപ്പെടുകയും. അത്രയും മാരകമായ ഒരു വാതകമാണ് ഇതിനകത്തുള്ളത്.
ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് കെമിക്കൽ എക്സാമിനേഷൻ അയച്ചാലേ മനസ്സിലാവൂ എന്ന് പറഞ്ഞ് അതിൻ്റെ ആധികാരികമായിട്ട് അവർ റിപ്പോർട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞനുസരിച്ച് ആധികാരികമായിട്ട് അയക്കാനുള്ള ലേബലെല്ലാം അടച്ച് ഇതുമെല്ലാം വെച്ചു. അപ്പോൾ ഈ പെസ്റ്റിസൈഡ് ഈ ജനാലയുടെ പാളിലൂടെ സ്പ്രേ ചെയ്തിട്ടായിരിക്കണം വേണു മരിച്ചത് എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ സൂചനകളിൽ നിന്ന് മനസ്സിലായി. ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്തതിന് ശേഷം തിരികെ എത്തി ഈ സ്പ്രേ ഇത് ചെയ്തത് ആരാണ്, ഈ കൊടുത്തയക്കുന്ന ഇതിലുണ്ട്, ഇതാരാണ് കൊടുത്തയച്ചത്, ഇതാരാണ് ഏറ്റുവാങ്ങിയത്, അത് കണ്ടെത്തണം. നേരെ ഇത് എളുപ്പമല്ല എന്നറിയാമെങ്കിലും നേരെ സംശയത്തിൻ്റെ മുന നീണ്ടത് ലൈലയുടെ പോയി. നേരെ തിരിച്ചു വരുന്ന വഴി തന്നെ ഈ എയർ ക്യാമ്പിൽ നിന്ന് 2 വനിതാ പോലീസുകാരെ എടുത്ത് ഒരു എസ് പിയോട് ആവശ്യപ്പെട്ടനുസരിച്ച് ഒരു 8 പോലീസുകാരെയും ക്യാമ്പിൽ നിന്ന് തന്നു. ആ വാഹനവും എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ടാണ് കട്ടപ്പനയിലെത്തിയത്. കട്ടപ്പനയിലെത്തി ആ ലൈലയുടെ വീട്ടിലെത്തി ലൈലയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇതെന്താ സംഭവിച്ചത്, ഇങ്ങനെ എന്താണ് കൊടുത്തയച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും നിഷേധാത്മക മറുപടിയാണ് അവിടെ ആ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ ഈ സാധനം കൊടുത്തയച്ച ആളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, അയാളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇനി നീ ഒന്നും മറക്കരുതെന്ന് പറയാൻ സത്യം ഇപ്പം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഭീഷണിയും കൂടി ആയപ്പോൾ ലൈല പറഞ്ഞു തുടങ്ങി, സാർ ഞാൻ അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഒരു പുരുഷനെന്നുള്ള നിലയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പുരുഷനെ കാണുന്നത്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൽ പ്രതീക്ഷിച്ചത് മാത്രമല്ല, ഞാൻ എല്ലാം സമർപ്പിച്ചു. ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം നിഷേധിക്കുന്നു, എനിക്ക് പൊരുത്തപ്പെടാനാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ താക്കീത് നൽകി, എന്നെ വിട്ടു പോകാൻ ഞാൻ അനുവദിക്കില്ല, നിങ്ങളെവിടെ പോയാലും ഞാനും കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞ് നിർബന്ധിച്ചിട്ടും അദ്ദേഹം അത് എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചോ എന്നിട്ട് സംശയം തോന്നി. ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം ട്രാൻസ്ഫർ വാങ്ങിച്ച് മുങ്ങാനുള്ള ശ്രമം നടത്തിയത് അറിഞ്ഞപ്പോഴാണ് ഞാനത് എന്തായാലും അത് ഇനി മറ്റൊരു പുരുഷനായിട്ട് ജീവിക്കാൻ ഞാനാവില്ല എന്ന് മാത്രമല്ല, ഇയാൾ എന്നെ ഉപേക്ഷിച്ച് പോയി വേറെടുത്ത് ജീവിക്കരുതെന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ ആദ്യ ഭർത്താവിനെ ബന്ധപ്പെടുകയും ഒരു ആവശ്യം ഉന്നയിച്ചതനുസരിച്ച് ആദ്യ ഭർത്താവാണ് എനിക്ക് ഈ ഇത് വാതകം സ്പ്രേ ചെയ്യാനുള്ള മരുന്ന് വിഷം കൊടുത്തയച്ചത്. ഞാൻ അന്ന് രാത്രി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹം ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അദ്ദേഹം ഉറങ്ങട്ടെ എന്ന് കരുതി പുറത്തിറങ്ങി വാതിലടച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പിടിയിൽ വന്ന ജനലിൻ്റെ അടുത്ത് കിടന്ന ഒരു മൂർച്ചയുള്ള കല്ലെടുത്ത് ആ വാതിലിൻ്റെ ഗ്ലാസ് പതുക്കെ പൊട്ടിച്ചിട്ട് ഈ സ്പ്രേ അതിനകത്തോട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം അത് പുറത്തേക്ക് വരാതിരിക്കാനായിട്ടാണ് കയ്യിൽ അപ്പോൾ പെട്ടെന്ന് ആ പേപ്പർ ഉണ്ടായിരുന്നു, അത് ചുരുട്ടി ഞാൻ അടച്ചു വെച്ചത്. അതിനുശേഷം രാത്രി ഞാൻ അവിടെ നിന്ന് വിടുപ്പിന് ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഇതാണ് ഉണ്ടായത്. കുറ്റസമ്മതം നടത്തി അവിടെ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയതിന് ശേഷം അന്ന് തന്നെ നേരെ അടിമാലി പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അടിമാലിലെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെത്തി സിഐയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. അന്ന് തന്നെ ലൈലയെ കസ്റ്റഡിയിലെടുത്തു. അതിനു മുമ്പ് ബാറുടമ സുധാകരൻ ഏർപ്പെടുത്തിയ പ്രതിരോധങ്ങളെല്ലാം അതിജീവിച്ചു അവളെ അവിടുന്ന് കൊണ്ടുവന്നു. നേരെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പോലീസ് സ്റ്റേഷനിലെത്തിച്ചതെന്ന് അറിഞ്ഞ ഉടനെ തന്നെ പലരും വന്ന അന്വേഷിച്ച കൂട്ടത്തിൽ ആദ്യം അന്വേഷിച്ചെത്തിയത് അടിമാലി CA ആണ്. ഈ അടിമാലി CA ആണ് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എന്തൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചോ അതെല്ലാം പുറത്തു വന്നെന്നുള്ള അറിഞ്ഞുകൊണ്ടുള്ള ജാളിതയായിരിക്കണം. എന്തോ ഒന്നും സംസാരിച്ചൊന്നുമില്ല, അയാൾ വന്നത്. കൂടുതൽ അവിടെ നിന്ന് പെട്ടെന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുത്തതിന് ശേഷം അത് രാവിലെ തന്നെ വീണ്ടും ചെന്നു തെളിവുകൾ ശേഖരിച്ചു. സ്പ്രേ ചെയ്ത വിധവും എല്ലാം ലൈല കാണിച്ചു തന്നതും എല്ലാം രേഖപ്പെടുത്തി അവിടുന്ന് തന്നെ ഈ എല്ലാ പോലീസുകാരും നല്ല ബന്ധോസോടുകൂടി തന്നെ എല്ലാം ചെയ്തതും കട്ടപ്പന CAയുടെ സപ്പോർട്ടെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നടപടികൾ സ്വീകരിച്ച ശേഷം നേരെ കോട്ടയത്ത് കൊണ്ടുവന്നു. കോട്ടയം SP കൊണ്ട് വിവരങ്ങളൊക്കെ കാണിച്ചു. SP ആണ് ചാർജിലാണോ, SP കാണിച്ച് വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. പക്ഷേ അവിടെ തടിച്ചുകൂടി ജനം, ഭയങ്കര ജനം തടിച്ചുകൂടി. അത് അവരുടെ കാര്യങ്ങളെല്ലാം അവർക്കെല്ലാം കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു. അന്ന് അതുവരെ ഇരുളിലാണ്ട് കിടന്ന ആ എക്സൈസ് ഇൻസ്പെക്ടറുടെ മരണത്തിൻ്റെ ആ യഥാർത്ഥ ചിത്രം ചുരുൾ കഴിഞ്ഞത് കണ്ട്
എല്ലാവർക്കും സന്തോഷമായി. ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.